ഹലോ ഗൈസ്, എല്ലാവർക്കും തന്നെ നമ്മുടെ പുതിയൊരു വീട്ടിലോട് സ്വാഗതം ഗൈസ്. മണത്തല നേർച്ചയുടെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാവക്കാട് ബീച്ച് ഉണ്ടല്ലോ, അവിടെയാണ്. സോ എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ ആണ്. രാവിലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നോക്കി നോക്കാം കേട്ടോ. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ രാവിലത്തെ കുറച്ച് പരിപാടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയാണ്. എല്ലാ ആനകളും ഇറങ്ങും, എല്ലാ ടീമുകളും ഉണ്ടാവും. വൈകുന്നേരത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുത്തെ കിള്ളമായിരിക്കും. സോ എന്തായാലും നമുക്കണ്ട് പോയി നോക്കാം കേട്ടോ. ഓക്കെ, നല്ല വെയിലുണ്ട്, കണ്ണ് കട്ടിക്കുന്നുണ്ട് നോക്കിയേ, നല്ല വെയിലുണ്ട്. പിന്നെ ബീച്ചിൻ്റെ സൈഡാണ് ഗൈസ്. ഇപ്പോൾ സമയം 4:30 കേട്ടോ. എന്തായാലും അവിടുന്ന് കൊട്ടിൻ്റെ ശബ്ദം കേൾക്കാണ്ട് നമുക്കണ്ട് ചെല്ലാം കേട്ടോ. ഓക്കെ, ഇനി ബ്ലോക്ക് ആവുന്നതിൻ്റെ മുന്നേ വണ്ടി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും സൈഡാക്കാം. നമ്മളിതാ ബീച്ചിൻ്റെ അവിടെ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പത്തിന് ഇവിടെ പരിപാടി തുടങ്ങിയിട്ടോ. ഓക്കെ, ഒരു ആന വരുന്നുണ്ട് വരെ ടീമിൽ. എന്തായാലും നമുക്ക് സെൻറ്റർക്ക് ചെല്ലാം കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ നിന്നിട്ട് ടൈം വഴുകി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പറ്റില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടുന്ന് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത്ര നേരം വൈകിയത് ഒന്നുകൊണ്ടുമല്ല, നമ്മൾ ഇതിന് മുൻപ് കണ്ട കുറച്ച് വിഷ്വൽസ് നമ്മൾ രാവിലെ, അതായത് ഉച്ച സമയത്ത് എടുത്തതാണ് കേട്ടോ. അതിനുശേഷം ലൈവ് ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞത്. അങ്ങനെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ലൈവ് നിർത്തിയിട്ടുള്ളൂ. ഓക്കെ, സോ എന്തായാലും പരിപാടിയൊക്കെ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ. പരിപാടിയൊക്കെ വരുന്നുണ്ടാവും. നമുക്ക് പോയൊക്കെ അല്ലേ. ഇവിടുന്ന് അങ്ങനെ വരുമ്പോൾ കണ്ടാട്ടോ, ഒരു ആന ഇതാ പോകുന്നേ. നമ്മൾ ഇങ്ങോട്ട് തന്നെ നോക്കി പോകുന്നു. നമുക്ക് കണ്ട് സെൻറ്റർക്ക് ചെല്ലാം കേട്ടോ. ഇത് പള്ളിക്കൊക്കെ പോകുന്ന റൂട്ടിലുണ്ടോ. അപ്പോഴാണിത് നമ്മൾ ഇങ്ങനെ ഇവിടെ ബേക്കറി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ് കണ്ടത്. എന്തായാലും ഇവിടെ സെൻറ്റർക്ക് പരിപാടിക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല സമയമാവുന്നുണ്ടാവും. ഗൈസ്, ഞാൻ ഇവിടുന്ന് നമ്മുടെ പള്ളിയുടെ ഒരു വ്യൂ കാണിച്ചു കേട്ടോ. ഇവിടുന്ന് അവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കി, ഞാൻ നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഇത് ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങോട്ട് ചെല്ലാം കേട്ടോ. അങ്ങോട്ട് ചെന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഒരുപാട് ആൾക്കാർ, ഇപ്പോഴും ആൾക്കാർക്ക് ഒരു കുറവില്ല. നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനൊക്കെ കൂടിയിട്ടേ ഉള്ളൂ. സോ ഇവിടെ എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരം പിന്നെയും പരിപാടി ഈ സെൻറ്റർ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ഇവിടെ സെൻറ്റർ ഭാഗത്ത് പരിപാടി വരുള്ളൂ. ഇപ്പം തന്നെ സമയം ഒരുപാടായി, എന്നിട്ടും ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് പരിപാടി എത്തിയിട്ടില്ല. ഇത് നോക്കിയേ, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മരത്തിന് ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഈ ഒരു മരത്തിൻ്റെ ചരിത്രം എന്താണെന്ന്. നിങ്ങൾക്ക് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിത് പള്ളിയുടെ അവിടെ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ 8 മണിയായിട്ടോ സമയം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 12:45 അത്ര ഇവിടെ ടീമുകൾ വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ സൈഡിൽ നിന്നും ടീമുകളുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 12:45 എന്നാണ് പറഞ്ഞത്. സോ അത്രയും നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററോളം വീട്ടിലേക്ക് പോകാനുണ്ട് ദൂരം. അപ്പോൾ ലൈക്ക് എനിക്ക് കുറച്ച് നേരത്തെ ഇവിടുന്ന് ഇറങ്ങേണ്ട കാര്യം. പിന്നെ രാവിലെ മുതൽ നടന്നിട്ട് ഭയങ്കരമായിട്ട് ടയർഡായിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ബീച്ച് റോഡാണ് കേട്ടോ. സോ ഈ റോഡിന് കുറച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ രാത്രിത്തെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും അവിടെ ഉണ്ടോ നോക്കി നോക്കുക. പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാൻ നോക്കട്ടെ കേട്ടോ. കാരണം ഇവിടെ ഒരു 1 മണി വരെ ഒന്നും ഇവിടെ നിൽക്കലും നടക്കില്ല. ലൈക്ക് ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിറ്റേ ദിവസം പുലർച്ചയൊക്കെ ആവും. പള്ളിയിൽ ലൈറ്റ് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. മറ്റേ ഇതിൻ്റെയാണ് തോന്നുന്നത്, ചെറിയൊരു കുട്ടുണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ ഈ റോഡിന് ഇങ്ങനെ നടക്കുക. എത്ര ജനങ്ങളാ അറിയോ, ജനങ്ങൾക്ക് ഒരു കുറവുമില്ല. രാവിലെ മുതൽ ഇങ്ങനെ ജനങ്ങൾ നിറയാൻ തുടങ്ങിയാണ്. അതിന് ശേഷം പിന്നെ നിന്നിട്ടില്ല. ഇപ്പോഴും എത്ര ജനങ്ങളാണ് നോക്കിയേ. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ രാവിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, നമ്മൾ രാവിലെ ഇട്ട വീഡിയോ ജസ്റ്റ് കയറി നോക്കുക. കാരണം അത് അത്രയും എഫേർട്ട് എടുത്തിട്ട് അടിപൊളിയായിട്ട് എടുത്ത വീഡിയോ ആണ്. സോ അതിൽ ഒരുവിധം എല്ലാ പരിപാടിയും, ലൈക്ക് എല്ലാ ടീമും എന്നല്ല പറഞ്ഞത്, രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ പരിപാടിയും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഈ കടല ഒക്കെ വറക്കുന്ന വണ്ടി നോക്കി വണ്ടി എന്താ പറയുന്നത്. ഈ റോഡിന് നേരെ പോവാട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ പോലീസ് ഓഫീസേഴ്സൊക്കെ അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. രാവിലെ മുതൽ ഇവിടെ ഉള്ള കാരണം കാണുന്നതാണ്. നമുക്ക് എന്തായാലും ഈ റോഡിന് നേരെ പോയിട്ട് ആ ബീച്ച് റോഡ് ഒന്ന് പോയേക്കാം. കാരണം അവിടെ നിന്നാണ് കൂടുതൽ ടീം ഞാൻ കണ്ടിട്ടുള്ളത്. ആ റോഡിനാണ് കേശവൻ ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചിറക്കൽ കാളിദാസൻ ഒക്കെ ആ ഒരു ഭാഗത്തു നിന്ന് കണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ വരുന്ന റൂട്ടിൽ അക്കവിള വിഷ്ണു നാരായണ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ അല്ല, അത് അങ്ങോട്ട് പോകണം. ആ ബാക്ക് റോഡ് ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന ആ ഒരു ഇതിനെന്താ പറയുക, അറിയുന്നൊരു കമൻറ്റ്. അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. നമ്മൾ ഇന്ന് രാത്രി ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിക്കണം. കാരണം ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിക്കണം. റിസ്ക് എന്നല്ല കേട്ടോ, പരിപാടി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന്, അതായത് നമ്മുടെ പൊന്നാനി റോഡിന് പൊന്നാനി എന്ന് പറയുന്നത് കടലിൻ്റെ ആ ഒരു ബീച്ചിൻ്റെ റോഡ് പോയി. പക്ഷെ അവിടെ പോയപ്പോൾ അവിടെ ഒന്നും പരിപാടിയില്ല. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് നമുക്ക് മറ്റേ ഒരു പാലുണ്ടല്ലോ, കറക്റ്റ് എന്താ പേരല്ല, നമ്മുടെ ചാവക്കാട് സെൻറ്റർക്ക് പോകുന്ന പാലുണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പരിപാടി ഉണ്ട്. സോ അങ്ങോട്ട് നമുക്ക് പോവാം. ഇപ്പോൾ ഈ ടൈമിലൊന്നും ഇവിടെ തിരക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് കിടക്കാം കേട്ടോ. ഗൈസ് അങ്ങനെ വന്നു. നമ്മളിത് ഇവിടെ വണ്ടി നിർത്തിയിട്ടോ. അതേ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒരു ആനുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ഏതാ ആന നോക്കട്ടോ. ഏതാ ആനാന്ന് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നോക്കി നോക്ക്. ഇത് നമ്മുടെ അക്കരമേൽ ശേഖരനാണ് കേട്ടോ. കലക്കിട്ടോ.
പോകുന്നു കേട്ടോ. എനിക്കറിയാം എൻ്റെ വീഡിയോ ഇന്നത്തെ ഈ രാത്രിക്കത്തെ വീഡിയോ അത്ര നന്നായിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസൺ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ എല്ലാ പരിപാടികളും പള്ളിയുടെ അവിടെ എത്തണമെങ്കിൽ സമയം ഒരുപാടാവും, ലൈക്ക് 1 മണിയൊക്കെ ആവും. അതുകൊണ്ടാണ് ഒന്നാമത് എനിക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും അത് മാത്രമല്ല രാവിലെ വന്നിട്ട് ഇതുവരെ നിന്നിട്ട് ഭയങ്കര ടയേർഡ്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എല്ലാ ടീമും ആഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിറങ്ങുന്നവരെല്ലാവരും തന്നെ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ട്. അതിൽ വൈകുന്നേരം ഭൂരിഭാഗം എല്ലാ പരിപാടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കി നോക്കാം. രാവിലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് മസ്റ്റായിട്ട് നോക്കി നോക്കാം. അത് രണ്ടും ഞാൻ എൻ്റെ എല്ലാ ഹാർഡ് വർക്കും എടുത്തിട്ട് അത്രയും കിടലായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇനി വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ബൈ.